നമസ്കാരം. പ്രകൃതിയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളാണ് ചിലന്തി. എന്നാൽ അതിസങ്കീർണമായ ഈ വല നെയ്യാനുള്ള കഴിവ് പരിണാമഘട്ടത്തിൽ ചിലന്തിക്ക് അബദ്ധത്തിൽ കിട്ടിയതാണ്. ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ജനറ്റിക് മിസ്റ്റേക്ക്. ചിലന്തികളുടെ പൂർവികർ കടലിൽ ജീവിച്ചിരുന്ന തേളുകളെ പോലെയോ അല്ലെങ്കിൽ ഹോർഷൂ ക്രാബ് എന്ന ജീവിയോ പോലെയോ ഉള്ളവരായിരുന്നു. അന്നവയ്ക്ക് ശ്വസിക്കാൻ സഹായിച്ചിരുന്നത് ബുക്ഗിൽസുകൾ എന്ന അവയവങ്ങളായിരുന്നു. കാലക്രമേണ ഇവ കരയിലേക്ക് കയറുകയും ശ്വസനത്തിനായി ഈ ഗിൽസുകൾ ബുക്ക് ലങ്സ് ആയി പരിണമിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ മാറ്റം വരാത്ത ചില ഗിൽസുകൾ ശരീരത്തിന്റെ പിൻഭാഗത്ത് ബാക്കിയാവുകയും ഈ അവയവങ്ങളിലെ കോശങ്ങൾ സ്രവങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ളവയുമായിരുന്നു. ഈ സ്രവം വരുന്ന കോശങ്ങളാണ് പിൽക്കാലത്ത് സിൽക്ക് ഗ്രന്ഥികളായി മാറിയത്. ആദ്യകാലങ്ങളിൽ ഈ ദ്രാവകം ഇരപിടിക്കാനായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് വന്നപ്പോൾ അതിജീവനം വളരെ കഠിനമായി. ശരീരത്തിലെ ഈർപ്പം നിലനിർത്താനും മുട്ടകളെ സംരക്ഷിക്കാനും സിൽക്ക് ദ്രാവകം വലിയ സഹായമായി. സിൽക്ക് ഗ്രന്ഥികളിൽ നിന്ന് പുറത്തുവരുന്ന ഈ സ്രവം ശക്തമായൊരു നൂലായി മാറുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അബദ്ധം വഴിയാണ്. അതായത് ജീൻ ഡ്യൂപ്ലിക്കേഷൻ വഴിയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും DNA അടങ്ങിയിട്ടുണ്ട്. കോശവിഭജനം നടക്കുമ്പോൾ DNA ഇരട്ടിക്കാറുണ്ട്. ഈ സമയത്ത് റീകോമ്പിനേഷൻ എന്ന പ്രക്രിയയിൽ വരുന്ന പിഴവുകൾ മൂലമോ റെട്രാ ട്രാൻസ്പോസിഷൻ വഴിയോ ഒരു ജീനിന്റെ 2 കോപ്പികൾ ഒരേ ക്രോമസോമിൽ വരാം. അപൂർവമായി സംഭവിക്കുന്ന ഈയൊരു പിഴവാണ് ജീൻ ഡ്യൂപ്ലിക്കേഷൻ. ഒരു ജീൻ ഇരട്ടിക്കുമ്പോൾ ആ ജീവിക്ക് ഒരേ ഗുണമുള്ള 2 ജീനുകൾ ലഭിക്കുന്നു. ഇതിൽ ഒരു ജീൻ അതിന്റെ പഴയ ജോലി, ഇവിടെ 8 കാലികളുടെ കാര്യത്തിൽ മുട്ടകൾക്ക് കവചമുണ്ടാക്കുക എന്ന ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ പകർപ്പിന് മേൽ അത്ര സമ്മർദ്ദമില്ലാത്തതിനാൽ അതിൽ കാലക്രമേണ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈ മാറ്റങ്ങളിലൂടെ സ്പിഡ്രോയിൻ എന്ന അതിശക്തമായ പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള കഴിവ് ആ രണ്ടാമത്തെ ജീൻ നേടിയെടുത്തു. പഴയ ജീൻ സാധാരണ സിൽക്ക് നിർമ്മിക്കുമ്പോൾ മാറ്റം വന്ന പുതിയ ജീൻ കൂടുതൽ ശക്തിയുള്ളതും വലിച്ചാൽ പൊട്ടാത്തതുമായ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. കാലക്രമേണ പിന്നീട് വന്ന ചിലന്തികൾ തങ്ങൾ താമസിക്കുന്ന മണ്ണിലെ കുഴികളുടെ ചുവരുകൾ ബലപ്പെടുത്താൻ സിൽക്ക് ഉപയോഗിച്ചു തുടങ്ങി. ഇത് കുഴികൾ ഇടിഞ്ഞു വീഴാതിരിക്കാൻ സഹായിച്ചു. ഒരു ഘട്ടത്തിൽ ഈ കുഴികൾക്ക് പുറത്തേക്ക് സിൽക്ക് നൂലുകൾ അബദ്ധത്തിൽ നീണ്ടു കിടക്കാൻ തുടങ്ങുകയും പുറത്ത് നടക്കുന്ന ഇരകളുടെ ചലനം ഈ നൂലുകളിലൂടെയുള്ള കമ്പനമായി ചിലന്തിക്ക് മനസ്സിലാക്കാൻ കഴിയുകയും കഴിഞ്ഞു. ഇതോടെ ഇരയെ ഓടിപ്പിടിക്കേണ്ടി വന്നില്ല, മറിച്ച് ബെല്ലടിക്കുമ്പോൾ പുറത്തിറങ്ങി പിടിച്ചാൽ മതി എന്ന അവസ്ഥയായി. എന്നാൽ ഈ ഗ്രന്ഥികൾ സിൽക്ക് ദ്രാവകം ഉണ്ടാക്കിയെങ്കിലും അത് കൃത്യമായി പുറത്തേക്ക് വിടാനും നൂലുകളായി നെയ്യാനും മറ്റൊരു ഉപകരണം കൂടി വേണമായിരുന്നു. അവിടെയാണ് കാലുകളുടെ പങ്ക് വരുന്നത്. ചിലന്തിയുടെ പൂർവികർക്ക് വയറിന് താഴെ നീന്താനും നടക്കാനും സഹായിക്കുന്ന ചെറിയ കാലുകൾ ഉണ്ടായിരുന്നു. കരയിൽ ഇവ ഉപയോഗശൂന്യമായപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ച ജനിതക മാറ്റങ്ങളിലൂടെ ഇവ സിൽക്ക് ഗ്രന്ഥികളുമായി ബന്ധിക്കപ്പെട്ടു. ഈ കാലുകളാണ് പിന്നീട് ഇന്നത്തെ വിരലുകൾ പോലെയുള്ള സ്പിന്നററ്റുകളായി മാറിയത്. മ്യൂട്ടേഷൻ വഴി സ്പിന്നററ്റുകൾ ഉണ്ടായതോടെ ഈ സിൽക്ക് ഉപയോഗിച്ച് സങ്കീർണമായ രൂപങ്ങൾ നെയ്യാൻ അവർക്ക് കഴിഞ്ഞു. ഈ പരിണാമ ചരിത്രത്തിലെ മറ്റൊരു രസകരമായ കാര്യം, ചിലന്തികൾ വല നെയ്യാൻ തുടങ്ങിയത് പറക്കുന്ന പ്രാണികൾ ഭൂമിയിൽ വർദ്ധിച്ച അതേ കാലത്താണ്. അതായത് പ്രകൃതി ഒരേ സമയം വലയും അതിൽ കുടുങ്ങാനുള്ള ഇരയെയും ഒരുക്കി എന്ന് പറയാം. ആദ്യകാല ചിലന്തികളിൽ സ്പിന്നററ്റുകൾ വയറിന്റെ മധ്യഭാഗത്തായിരുന്നു. എന്നാൽ പരിണാമത്തിന്റെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും മ്യൂട്ടേഷനുകൾ സംഭവിക്കുകയും ഈ സ്പിന്നററ്റുകൾ വയറിന്റെ ഏറ്റവും പിന്നിലേക്ക് മാറുകയും ചെയ്തു. ഇതോടെ ചിലന്തിക്ക് കൂടുതൽ വേഗതയിലും കൃത്യതയിലും വല നെയ്യാൻ സാധിച്ചു. കാലക്രമേണ നൂലുകൾ വായുവിൽ വിരിക്കാൻ കഴിഞ്ഞ ചിലന്തികൾക്ക് കൂടുതൽ നേട്ടമുണ്ടായി. ഇതിൽ പ്രധാനമായും 3 തരം വലകളാണ് പരിണമിച്ചു വന്നത്. ഒന്നാമത്തേത് ഷീറ്റ് വെബ്സ്, തറയിൽ പരന്നു കിടക്കുന്ന വലകൾ. രണ്ടാമത്തേത് ഫണൽ വെബ്സ്, ഒരു കുഴൽ രൂപത്തിലുള്ള വലകൾ. 3 ഓർ വെബ്സ്, നമ്മൾ ഇന്ന് കാണുന്ന വൃത്താകൃതിയിലുള്ള സങ്കീർണമായ വലകൾ. ഇന്ന് നമ്മൾ കാണുന്ന സ്പിന്നററ്റുകൾ യഥാർത്ഥത്തിൽ അതിസങ്കീർണമായൊരു ബയോളജിക്കൽ 3D പ്രിന്ററാണ്. ഓരോ സ്പിന്നററ്റും വെവ്വേറെ ചലിപ്പിക്കാൻ സാധിക്കുന്നത് അവ പഴയ കാലത്തെ കാലുകളായതുകൊണ്ടാണ്. ഓരോ വിരൽ ചലിപ്പിക്കുന്നത് പോലെ ചിലന്തിക്ക് തന്റെ സ്പിന്നററ്റുകൾ ചലിപ്പിച്ച് നൂലുകളുടെ വണ്ണവും ഒട്ടിപ്പും നിയന്ത്രിക്കാൻ കഴിയും.
ചുരുക്കത്തിൽ സിൽക്ക് ഗ്രന്ഥികൾ രൂപപ്പെട്ടത് ശ്വസനാവയവങ്ങൾ പരിണമിച്ചാണെങ്കിൽ സിൽക്കിനെ നിയന്ത്രിക്കാനുള്ള സ്പിനററ്റുകൾ രൂപപ്പെട്ടത് കാലുകൾ പരിണമിച്ചാണ്. ചിലന്തിയുടെ ശരീരത്തിനുള്ളിലെ സിൽക്ക് ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ഈ ദ്രാവകം യഥാർത്ഥത്തിൽ സങ്കീർണമായൊരു ലിക്വിഡ് പ്രോട്ടീൻ സൊല്യൂഷനാണ്. ഇതിനെ ശാസ്ത്രീയമായി സ്പിഡ്രോയിൻ എന്ന് വിളിക്കുന്നു. ഈ ദ്രാവകം പ്രധാനമായും പ്രോട്ടീനുകൾ ചേർന്നതാണ്. ഇതിൽ അലാനിൻ, ഗ്ലൈസിൻ എന്നീ അമിനോ ആസിഡുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അലാനിൻ നൂലിന് കഠിനമായ കരുത്ത് നൽകുമ്പോൾ ഗ്ലൈസിൻ അതിന് ഇലാസ്തികത നൽകുന്നു. ചിലന്തിയുടെ ശരീരത്തിനുള്ളിലിരിക്കുമ്പോൾ ഈ പ്രോട്ടീൻ ഒരു ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. ഇത് വായു സമ്പർക്കം കൊണ്ട് മാത്രമല്ല നൂലായി മാറുന്നത്. ഇതിന് പിന്നിൽ ഒരു മെക്കാനിക്കൽ പ്രക്രിയയുണ്ട്. ചിലന്തി ഈ ദ്രാവകത്തെ തന്റെ സ്പിനററ്റുകൾ വഴി പുറത്തേക്ക് വലിക്കുമ്പോൾ പ്രോട്ടീൻ തന്മാത്രകൾ വരിവരിയായി ക്രമീകരിക്കപ്പെടുന്നു. ഈ വലിവാണ് ദ്രാവകത്തെ പെട്ടെന്ന് ഖരരൂപത്തിലുള്ള നൂലാക്കി മാറ്റുന്നത്. ദ്രാവകം സ്പിനററ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ pH ലെവലിൽ മാറ്റം വരുന്നു. ഇതും നൂലുറയ്ക്കാൻ സഹായിക്കുന്നു. ഒരു ചിലന്തിക്ക് തന്നെ പലതരം സ്പിഡ്രോയിൻ നിർമ്മിക്കാൻ കഴിയും. വലയുടെ ഓരോ ഭാഗത്തിനും അനുയോജ്യമായ രീതിയിൽ ദ്രാവകത്തിന്റെ ഘടന മാറ്റാൻ ചിലന്തിക്ക് സാധിക്കും. ഫ്രെയിമിനായി ഏറ്റവും കരുത്തുള്ള ദ്രാവകം, ഇരയെ കൊടുക്കാൻ പശയുള്ള ദ്രാവകം, മുട്ടകൾക്കായി മൃദുവായ ദ്രാവകം. ചിലന്തികൾ തങ്ങളുടെ പഴയ വലകൾ തിന്നുന്ന സ്വഭാവമുണ്ട്. വലയിലെ പ്രോട്ടീൻ ദ്രാവകം നശിപ്പിച്ചു കളയാതെ വീണ്ടും പുതിയ സിൽക്ക് നിർമ്മിക്കാനായി ശരീരം അത് പുനരുപയോഗിക്കുന്നു. പ്രകൃതിയിലെ ഏറ്റവും മികച്ച റീസൈക്ലിംഗ് ഉദാഹരണമാണിത്. പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്: അതിജീവനത്തിന് സഹായിക്കുന്ന മാറ്റങ്ങൾ നിലനിൽക്കും. വല നെയ്യാൻ കഴിവില്ലാത്ത ചിലന്തികൾക്ക് ഭക്ഷണം തേടി ഒരുപാട് അലയേണ്ടി വന്നു. എന്നാൽ വല നെയ്യാൻ കഴിഞ്ഞവർക്ക് ഒരിടത്തിരുന്ന് തന്നെ ഭക്ഷണം ലഭിച്ചു. അങ്ങനെ കൂടുതൽ ഭക്ഷണം ലഭിച്ചവർ കൂടുതൽ ആരോഗ്യവാന്മാരാകുകയും അവയുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ വലനെയ്യൽ വിദ്യ കൈമാറപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ ചിലന്തിയുടെ DNA-യിൽ ഉണ്ടായ ചെറിയ ചില പിശകുകൾ അവയ്ക്ക് പുതിയ കഴിവുകൾ നൽകി. ആ കഴിവുകൾ അവയെ വേട്ടയാടാൻ സഹായിച്ചപ്പോൾ പ്രകൃതി ആ മാറ്റത്തെ സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ കഴിവ് മിനുക്കിയെടുക്കപ്പെട്ട് ഇന്നത്തെ അത്ഭുതകരമായ രൂപത്തിലെത്തി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.